ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ്. ഞാൻ രൂപേഷ്, എൻ്റെ കൂടെ 2-3 സുഹൃത്തുക്കളുണ്ട്. ഇന്നത്തെ യാത്ര ഫാമിലി യാത്രയല്ല, സിംഗിൾ യാത്രയുമല്ല, ഇന്ന് നമ്മൾ KSRTCയിലുള്ള യാത്രയുമല്ല. നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയിൽ ആരൊക്കെയാണുള്ളത്? 4 പേരുണ്ട്. ഫൈസലുണ്ട്, ഞാനുണ്ട്, ഷമീമുണ്ട്, കുഞ്ഞുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നമ്മുടെ പരിപാടി എന്നൊക്കെ കാണണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നമ്മൾ 2-3 ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോയും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട്ടിലെ പ്രധാനപ്പെട്ട 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കരുവാരക്കുണ്ടിൽ നിന്ന് ഒരു 9:30 ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടിയിട്ട് തുടങ്ങി. പിന്നെ അതേപോലെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും മഴയില്ല, ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ വരുന്നുണ്ട്. മേഘാവൃതമായ ആകാശം ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മഴ ഏത് സമയത്തും പെയ്യാം. അപ്പോൾ നമ്മൾ കൊല്ലങ്കോടിൻ്റെ ബ്യൂട്ടിയും അതേപോലെ മലമ്പുഴ കവ ഐലൻഡിൻ്റെ ബ്യൂട്ടിയൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ടുള്ളൊരു യാത്രയിലാണ്. ശരിക്കും കൊല്ലങ്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള പാടശേഖരവും കാര്യങ്ങളും പനയും തെങ്ങും ഒക്കെ നമ്മുടെ കൺമുന്നിലേക്ക് വരും. ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യിപ്പിക്കുന്നതും നമ്മുടെ കണ്ണിനെയും മനസ്സിനെയൊക്കെ കുളിരണിയിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ വീട്ടിലൊക്കെ ഇതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ് കുറേ മുമ്പ്. അതായത് ഞാനൊക്കെ ചെറിയ പ്രായമാവുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും അവിടെ ഇല്ല. ഇന്നിപ്പോൾ നമ്മുടെ കൃഷി സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഇന്നും ഇപ്പോൾ നെല്ലുൽപാദനമല്ല നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ കൊല്ലങ്കോടോ അതേപോലെ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു യാത്ര നടത്തിയാലേ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും പിന്നെ ആൽത്തറകളും ആൽമരങ്ങളും അമ്പലങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു അനുഭൂതി സമ്മാനിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉൾപ്പുളകം കൊള്ളിക്കുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കൊല്ലങ്കോട് ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. കൊല്ലങ്കോട്ടിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സമയമാണ് കേട്ടോ. അപ്പോൾ ഈ മഴ ഇങ്ങനെ ഉള്ള സമയത്താണ് ശരിക്കും അവിടെ പോകേണ്ടത്. അതൊരു വേറിട്ട ഫീൽ തന്നെയാണ്. ശരിക്കും നമുക്ക് ചൂടുകാലത്തൊക്കെ വരികയാണെങ്കിൽ നല്ല ചൂടുമായിരിക്കും, കാഴ്ചയും ഇത്ര പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വളരെ മനോഹരമായ കൊല്ലങ്കോടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ശരിക്കും പോകേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു സമയത്തൊക്കെ തന്നെയാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലൊക്കെ ആയിരിക്കണം അതിൻ്റെ ഒരു ഭംഗി കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ പോയത് ഇപ്പോൾ ഈ മാസം ജൂലൈ ആണ്. അപ്പോൾ നല്ല ഒരുപാട് പച്ചപ്പും കാര്യങ്ങളും പിന്നെ അവിടെ കള്ളുഷാപ്പ് തന്നെ ഫുഡ് കിട്ടുന്ന കള്ളുഷാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ കയറാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കൊല്ലങ്കോട് എന്ന് ശരിക്കും ഗൂഗിളിൽ കൊല്ലങ്കോട് അടിച്ച് പോയി കഴിഞ്ഞാൽ കൊല്ലങ്കോട് ടൗണിലേക്കാണ് എത്തുക. ശരിക്കും സീതാർകുണ്ട് വാട്ടർഫാൾസ് അതേപോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ അടിച്ച് ഇതാണ് നമ്മളെ അവിടുത്തെ ഒരു ഫേമസ് ഏട്ടൻ്റെ കട. ഈ കട ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിലും അതൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൊല്ലങ്കോടിൻ്റെ മനോഹരമായ കാഴ്ചകളും അതിനടുത്ത എപ്പിസോഡിൽ നമ്മൾ മലമ്പുഴ കവ ഐലൻഡിൻ്റെ കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം കൊല്ലങ്കോട് ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്ന നെല്ലൊക്കെ സംഭരിച്ചിരുന്ന ഒരു കളമുണ്ട്. ആ കളപ്പുരയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുക. അപ്പോൾ ആ കളപ്പുരയിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ആ ഒരു പാറയും അതിൻ്റെ മേലൊരു കളപ്പുരയും അതിൻ്റെ ബാക്കിലായിട്ട് മലനിരകളും ഒക്കെ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും പിന്നെ ഫലവൃക്ഷ തൈകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ടീം അടുത്ത കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ആ ഒരു കാഴ്ചയിലേക്ക് ഇറങ്ങുകയാണ്, കൊല്ലങ്കോടിൻ്റെ ബ്യൂട്ടിയിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടാവണം.